ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ പരീക്ഷാക്കാലത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പരീക്ഷയുടെയും സ്റ്റുഡൻസ് ഒപ്പീനിയനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷകളിൽ ഏറ്റവും കൃത്യവും വ്യക്തവുമായിട്ട് എങ്ങനെ പരീക്ഷയെ സമീപിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളായ നിങ്ങളുടെ മുന്നിൽ SSLCയുടെ മുന്നിൽ സോഷ്യൽ സയൻസ് ഒരു ബാലികറ മല പോലെ കുറച്ച് കുട്ടികൾക്ക് തോന്നാം. വളരെ ഇൻട്രസ്റ്റോടു കൂടി സോഷ്യൽ സയൻസിനെ സമീപിക്കുന്നവർ കാണാം. ഒരുപാടുണ്ടല്ലോ, എങ്ങനെ എഴുതി തീർക്കും, എങ്ങനെ പഠിച്ചു തീർക്കും, എങ്ങനെ റിവൈസ് ചെയ്ത് അവസാനം പരീക്ഷകളിൽ എക്സ്പ്രസ് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പോൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ആ പരീക്ഷയിൽ നിങ്ങൾ ഒരു പക്ഷേ വരുത്തിയേക്കാവുന്ന 3 മിസ്റ്റേക്കുകൾ, അത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ മിസ്റ്റേക്ക് വഴി മാർക്ക് പോകില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നും മറ്റു കുട്ടികളുടെ അനുഭവത്തിൽ നിന്നുമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് SSLC ഈ സോഷ്യൽ സയൻസ് വരാൻ പോകുന്ന സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക്, അതായത് തിങ്കളാഴ്ച നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഒരിക്കലും മാർക്ക് പോകാതിരിക്കാൻ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പോവാവൂ. എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നില്ല. അതാണ് സോഷ്യൽ സയൻസ് പരീക്ഷയുടെ ഒരു പ്രത്യേകത, ഒരു ടെസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്രദമായ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക. സമയം കളയാനില്ല. ഒന്നാമത്തെ കാര്യം, എത്രയൊക്കെ തന്നെ പഠിച്ചു പോയാലും സമയം തികയാതെ വരുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ? ഇപ്പോൾ മോഡൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്, ക്രിസ്മസ് പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് വിചാരിച്ചാൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയല്ല നിങ്ങൾ പോകുന്നത്. ആകെ ഒരേ രണ്ടോ പരീക്ഷ മാത്രമാണ് നിങ്ങൾ എഴുതി ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. ആ ടൈമിൽ തന്നെ നിങ്ങൾ തീരുമാനിക്കണം ഓവർ ക്വസ്റ്റ്യനിൽ ഏത് എഴുതും, ഓവർ ക്വസ്റ്റ്യനിൽ താൻ ഏത് സ്കിപ്പ് ചെയ്യും, ഏത് ക്വസ്റ്റ്യൻ ആദ്യം എഴുതി തുടങ്ങും, 5 മാർക്കിന് എത്ര എഴുതണം, ഏതൊക്കെ പോയിന്റ്സ് എഴുതണം, ആരെയൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യണം. അപ്പോൾ വാരി വലിച്ച് എഴുതുന്നതിലല്ല കാര്യം, പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നതിലാണ് കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സമയം തികയുന്നില്ല എന്ന പ്രശ്നം ഈ കൂൾ ഓഫ് ടൈമിലെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഓരോ ക്വസ്റ്റ്യൻ ടീച്ചർമാരെ എവാലുവേറ്റ് ചെയ്യുമ്പോഴും, ഇപ്പോൾ 5 മാർക്കിൻ്റെ ആയിക്കോട്ടെ, 6 മാർക്കിൻ്റെ ആയിക്കോട്ടെ, essay ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള 1, 2, 3, 4 പോയിന്റ്സുകൾ ഉണ്ടാവും. നിങ്ങളിനി ആ ചാപ്റ്ററിൽ പഠിച്ച് എന്തൊക്കെ എഴുതിയാലും സോഷ്യൽ സയൻസ് പോലെയുള്ള ഒരു സബ്ജക്റ്റിന്, ഇപ്പോൾ മാത്സിൽ നമുക്ക് ഇക്വേഷൻ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ സോഷ്യൽ സയൻസിന് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾ എത്ര എഴുതുന്നു എന്നതിലല്ല, പോയിന്റ് ബേസ്ഡ് എഴുതുക. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി ആ ചാപ്റ്ററിൽ ആ ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, അതിലിപ്പോൾ ഒരു വേൾഡ് വാർ ആണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, വർഷം, അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതുന്ന എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതായത് അതിൽ നിങ്ങൾ ഫ്രീ മാർക്കാണ് നിങ്ങൾക്ക് SSLC സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഫ്രീ മാർക്കാണ് ഈ 1 വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം നിങ്ങൾ ആ ഒരു essay ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ 1 വേർഡിന് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു 1 മാർക്കിൻ്റെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊരു 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മക്കളെ നിങ്ങൾ ജയിച്ചു. അതായത് നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് CE മാർക്ക് ഉണ്ട്, അല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനെയും വില കുറച്ച് കാണരുത്. ഞാൻ ഇത് എഴുതുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ SSLC പരീക്ഷയുടെ മറ്റൊരു സവിശേഷത എന്താണെന്ന് അറിയുമോ? ഞാനൊക്കെ എഴുതിയ സമയത്ത് മാത്സ് പരീക്ഷയിലെ 4 ക്വസ്റ്റ്യനോളം അവർ റദ്ദാക്കി, പല കാരണങ്ങൾ പറഞ്ഞു. അതായത് കൃത്യമായിട്ടുള്ള എവിഡൻസ് എന്നല്ല, കൃത്യമായിട്ടുള്ള ഡേറ്റ ഇല്ല, അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ വെറുതെ ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയവർക്ക് ഫ്രീ മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു എന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക. അപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്, ആദ്യത്തെ 15 മിനിറ്റ് പോലെ തന്നെ അവസാനത്തെ 15 മിനിറ്റ് മറിച്ച് നോക്കി എല്ലാം എഴുതിയിട്ടുണ്ട്, പോയിന്റ്സ് ഉണ്ട്, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു എന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷ ഉള്ള ഇൻവിജിലേറ്ററിൻ്റെ ടീച്ചറിൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് കൊടുക്കാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വരുന്ന ദിവസങ്ങളിൽ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് തന്നെ നാളെ നമ്മൾ ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.